എല്ലാ ദിവസവും രാവിലെ നമ്മൾ നമ്മളുടെ ടാങ്കിലെ വെള്ളത്തിൽ സക്കർ ഇതിൽ പൂപ്പായികളൊക്കെ തിന്ന് അഴുക്കൊക്കെ കിടക്കണ്ടായിരിക്കും. അത് നമ്മൾ വടിച്ച് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടിയിടും. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം എല്ലാ സൈഡിൽ നിന്നും വടിച്ചു കഴിഞ്ഞാൽ എല്ലാ അഴുക്കും ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് അടിഞ്ഞു കൂടും. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അഴുക്ക് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമായിട്ട് മാറും. കാരണം ഒരു ബക്കറ്റ് വെള്ളം വലിച്ചെടുത്താൽ തന്നെ ഈ ടാങ്ക് മുഴുവനും ക്ലിയർ ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഈ ക്ലോറിൻ ഇട്ടിട്ടാണ് വെള്ളം ശുദ്ധീകരിക്കാറ്. ആ ക്ലോറിൻ ഇട്ട വെള്ളത്തിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ്, മുടി, സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇതിലെ വെള്ളം ക്ലീൻ ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കത് ഉള്ള ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അഴുക്ക് മുഴുവനും ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. ഇനി നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും ക്ലിയറായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ വടിച്ചു കൂട്ടിയ അഴുക്ക് വടിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അഴുക്കുകളെല്ലാം ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. സക്കർ ഭക്ഷിച്ച പൂപ്പായി മുഴുവനും വെള്ളത്തിൽ അത് മുഴുവനും വടിച്ചൊരു വശത്തേക്കാക്കി അത് നമ്മൾ വടിച്ചെടുക്കുന്ന ഒരു സീനാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ള അഴുക്കുകൾ വളരെ സാവധാനം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ആ അഴുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോരും. നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വലിക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വലിക്കുക, അതേ സെയിം സിസ്റ്റത്തിൽ നമ്മൾ ഈ വെള്ളം മുഴുവനും ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എല്ലാ അഴുക്കുകളും മുഴുവനും വളരെ പുറത്തേക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും.
ഇങ്ങോട്ട് പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അഴുക്കുകൾ മുഴുവനും ആ പൈപ്പിലൂടെ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ സക്കർ ഒരു 3-4 സക്കറിലിട്ടിട്ടുണ്ട്. സക്കറിയിലെ പൂപ്പായി മുഴുവനും തിന്ന് അഴുക്കൊക്കെ തിന്ന് അതെല്ലാം കൂടി അതിൻ്റെ കാട്ടൊക്കെ അതിൽ കിടക്കും. അത് നമ്മൾ വടിച്ച് ഒരു വശത്തേക്ക് കൂട്ടി രാവിലെ ഒന്ന് വടിച്ചിടും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം കൂടി സാവധാനം നമ്മൾ ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ അത് വെള്ളം നല്ല ശുദ്ധിയായി നല്ല ക്ലിയറായി നല്ല കണ്ണീര് പോലെ കിടക്കും. ഇങ്ങനെയാണ് നമ്മളിത് ക്ലിയർ ചെയ്യുന്നത്. സാധാരണ ഈ ഒരു 15 മിനിറ്റ് സമയം ഇത് വടിക്കാനും ഇത് വലിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതിൽ അഴുക്കുകളൊക്കെ പോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അഴുക്കുകളൊക്കെ പോയി. ഇപ്പം അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ ടാങ്കിലാണെങ്കിലും ഫിഷ് ടാങ്കിലാണെങ്കിലും അക്വേറിയത്തിലും ഒക്കെ ഇതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റാവുന്നതാണ്. വളരെ നിസ്സാരമായൊരു പരിപാടിയാണ്. പൈസ ചിലവൊന്നും അധികമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണ്ട വളരെ ഫുള്ളായിട്ട് അഴുക്കുകളെല്ലാം മാറി ക്ലിയറായി. ഇനി നമ്മൾ വെള്ളം എന്തോരം വെള്ളം നമുക്കിവിടെ ചിലവ് വന്നു നോക്കാം. ഇപ്പോൾ ഇത്രയും നമ്മൾ പിടിച്ചല്ലോ. അപ്പോൾ അതിൽ വെള്ളം ഇതാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം ഇതിൻ്റെ അഴുക്ക് തന്നെ കളയാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ വെള്ളം വലിച്ച് ഒരു പാത്രത്തിലേക്ക് വെള്ളമായി ഇതിലുള്ള അഴുക്ക് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും നല്ല ക്ലിയർ ആയിട്ട് വരും. അതാണ് പരിപാടി. നമ്മൾ അക്വേറിയത്തിലും ഇതിൽ ടാങ്കിൽ ചെയ്ത അതേ സിസ്റ്റം തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയില്ലേ, അപ്പോൾ ആകെ കൂടി അല്പം വെള്ളം ഇത്ര അഴുക്ക് മാണ് പോകുന്നു. പിന്നെ ബാക്കി വെള്ളം തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ക്ലിയറായിട്ട് അടിയിൽ അല്പം ഊർന്നു വരും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ ടാങ്ക് ക്ലിയറാക്കി നല്ല ശുദ്ധിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ടാങ്ക് ഒന്ന് കാണാം. അഴുക്കൊക്കെ പോയി. ഇതാണ് നമ്മൾ വടിച്ചിടുന്ന വടി. ഇതുകൊണ്ടാണ് നമ്മൾ വടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ അവരവരുടെ വീട്ടിൽ ഒരു ടാങ്ക് കുളിക്കാനും മീനെ വളർത്താനായിട്ടും ഉപയോഗിക്കാം. ഇതിലാണ് ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ക്ലിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നീന്തി ഇതിൽ ഇത്തിരി നേരം ഇങ്ങനെ കിടക്കും. അതായത് ശ്വാസം നമ്മൾ പിടിച്ച് കിടക്കും, പിന്നെ ശ്വാസം വിട്ട് കിടക്കും. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം താഴും.
ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം താഴും.